അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അല്ലാഹു നാളെ ചോദിക്കുമല്ലോ, ഞാനെന്തിനാണ് അങ്ങനെ പ്രസംഗിച്ചത്, ഞാനെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഞാനെന്തിനാണ് അങ്ങനെ മെസ്സേജ് ചെയ്തത്, ഞാനെന്തിനാണ് അങ്ങനെ കമന്റ് എഴുതിയത്, ഞാനെന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത്, ഞാനെന്തിനാണ് എന്റെ കൂട്ടുകാരനോട് അങ്ങനെ സംസാരിച്ചത്. അല്ലാഹു നാളെ ചോദിക്കുമ്പോ അതിനെന്ത് മറുപടിയുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ വർത്തമാനം പറയൂ എന്ന് മഹാനായ ഹാത്തമുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്. അംർ ബിൻ നാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം കിതാബുകളിൽ കാണാം. അദ്ദേഹം ബഹുമാനപ്പെട്ട എന്റെ അനുയായികളോടൊത്തും ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. അംർ ബിൻ നാസ് റളിയല്ലാഹു തആല അൻഹു അനുചരന്മാരും ഇങ്ങനെ നിരന്തരമായ യാത്ര ചെയ്യുന്നവരാണ്. ഒരു ദിവസം അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴല്ലാ ദുഷിച്ചു പുഴുത്തു നാറുന്ന ഒരു കഴുതയുടെ ശവത്തിന്റെ അരികിലൂടെയാണ് നടന്നു പോകുന്നത്. കൂടെ വന്നവരെല്ലാം മൂക്കിങ്ങനെ വത്തിയിട്ട് പറഞ്ഞു, തങ്ങളെ എന്തൊരു ദുർഗന്ധമാണ്, എന്തൊരു ദുർഗന്ധമാണ്, പുഴുക്കൽ വരുന്നുണ്ട്, കുടലുമാല പുഴുത്തു നാറിക്കിടക്കുന്ന കഴുത അല്ലാഹുവേ മൂക്കുവത്തിയിട്ട വഴിയിലൂടെ കടന്നു പോയപ്പോ അംർ ബിൻ നാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഈ പുഴുത്തു നാറുന്ന കഴുതയുടെ മുമ്പ് വന്നിട്ട് അതിന്റെ മാംസം മുഴുവനും ഇങ്ങനെ ആ ദുർഗന്ധത്തോടു കൂടി അല്ലാഹ്